ഗുഡ് മോർണിംഗ് ഓൾ. നമസ്കാരം. അങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് ഈ ഒരു ആഴ്ചയിലെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെയധികം അൺസർട്ടനിറ്റി ഉള്ള ഗ്ലോബൽ ലോക്കൽ മാർക്കറ്റാണ് ഇപ്പോൾ നമുക്കുള്ളത്. US മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. ട്രംപ് തന്നെയാണ് പ്രധാന ഇഷ്യൂ. ഇന്നലെ ഈ ട്രംപിൻ്റെ ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സ്വാധീനം ചെലുത്തി എന്ന് തന്നെ അവകാശപ്പെടുന്ന ഇലൻ മസ്ക്. ഈ ഇലൻ മസ്കും ട്രംപും തമ്മിലുള്ളൊരു ബന്ധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര നല്ലതല്ല. ട്രംപിൻ്റെ ഒരു പുതിയ നയത്തിനെതിരെ പരോക്ഷമായിട്ട് വിമർശിച്ചിട്ട് ഇലൻ മസ്കിൻ്റെ ഒരു ട്വീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇലൻ മസ്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു, ഈ ഒരു ട്രംപിൻ്റെ വിജയത്തിന് വലിയ രീതിയിൽ ഞാൻ സ്വാധീനം ചെലുത്തി എന്നുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് മോശമായതിനെ തുടർന്ന് ഇന്നലെ ടെസ്ല സ്റ്റോക്ക് 14% ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 14% ഹ്യൂജ് മാർക്കറ്റ് ക്യാപ്പ് ഇറോഷനായി ഒരു സിംഗിൾ ഡേ കൊണ്ടാണ് ടെസ്ലയുടെ സ്റ്റോക്കിലൊരു ഇടിവ് കണ്ടത്. US മാർക്കറ്റ് രണ്ടും ഇടിവിലായിരുന്നു, നാസ്ഡാക്കും ഡോയും. അതാണ് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സംഭവിച്ച ഏറ്റവും വലിയൊരു കാര്യം. FIs സെല്ല് ചെയ്തു, ചെറിയ അളവിലാണെങ്കിൽ കൂടിയും 208 കോടി രൂപയുടെ സെല്ല് നടത്തി. DIs 2300 കോടി രൂപയുടെ ബൈ നടത്തി. FIs സെല്ല് ചെയ്യുന്നതിൻ്റെ ഒരുപാട് മടങ്ങ് കൂടുതൽ DIs ബൈ നടത്തിയത് കൊണ്ടാണ് മാർക്കറ്റിൽ ഇന്നലെ പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടത്. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്നലെ ക്ലോസായ യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, നാസ്ഡാക്ക് 162 പോയിൻറ്റ്, ഡോ 108 പോയിൻറ്റ്. മൂന്നും യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ എന്നാൽ 100 പോയിൻറ്റ് പ്ലസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പ്ലസ് ആയിട്ട് നിലകൊള്ളുന്നു. എങ്കിലും ഇന്നലെ ടെസ്ലയുടെ സ്റ്റോക്കിൻ്റെ ഒരു ഇടിവും ആ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ US വിക്സ് സ്പൈക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് ഇന്ത്യൻ വിക്സ് ക്രാഷ് ചെയ്ത് പ്രീമിയം എല്ലാം തന്നെ കൊളാപ്സ് ചെയ്തുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ഇന്ത്യൻ വിക്സ് നോക്കണം. കാരണം ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വിക്സും ഒരു പ്രധാന ഇൻഡിക്കേറ്ററായിട്ട് വെക്കണം. എസ്പെഷ്യലി ഷോർട്ട് ചെയ്യുന്ന ആളുകൾ വിക്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം സ്പൈക്ക് ചെയ്ത് ലോസിൽ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ഏകദേശം ഒരു 20ഓളം കമ്പനീസിൻ്റെ സ്റ്റോക്കിംഗ് ന്യൂസുകൾ കളക്ട് ചെയ്തിരുന്നു. ഇന്ന് ഏകദേശം ഒരു 13 കമ്പനീസിൻ്റെ സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി സ്റ്റോക്കുകളുടെ ന്യൂസുകൾ, വാർത്തകൾ നമ്മൾ കളക്ട് ചെയ്യുക, നിങ്ങൾ അതറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇത് ബൈ സെൽ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയോ ബൈ ഓപ്പർച്യൂണിറ്റിയോ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. ആദ്യമായി അശോക് ബിൽഡ്കോൺ കമ്പനി 1387 കോടി രൂപയുടെ ഓർഡർ കിട്ടി. RIR പവർ കമ്പനി ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. നിലാ സ്പേസസ് കമ്പനി 130 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IIFL ഫിനാൻസ് കമ്പനി ഇവർ 10,000 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട്, ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് ജൂൺ 10 ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. JSW എനർജി കമ്പനി 280 ജിഗാവാട്ട് കപ്പാസിറ്റിയുള്ള വിൻഡ് പ്രൊജക്റ്റ് ഇവർ കമ്മീഷൻ ചെയ്തു. പവർ ഗ്രിഡ് കമ്പനി ഗുജറാത്തിൽ ഇവരുടെ പവർ നെറ്റ്വർക്ക് ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. ദാംബർ ബയോ ഓർഗാനിക് കമ്പനി ഇവരുടെ പ്ലാന്റ് ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ്. സ്കോളാസ് ബാംഗ്ലൂർ കമ്പനി, ലീലയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ്, ഇവർ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാംഗ്ലൂരിൽ നടത്തുന്നുണ്ട് ഹോട്ടൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൾ ഇന്ത്യ കമ്പനി ഇവർ പോർട്ട് റെയിലായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. ബജാജ് ഫിൻസർവ് കമ്പനി, ജംലാൽ സെൻസ് എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, ഇവർ 5828 കോടി രൂപ വർത്ത് വരുന്ന സ്റ്റേക്ക് സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു ഒരു പദ്ധതിയുണ്ട്. സെൻട്രൽ ബാങ്ക് കമ്പനി ഇവർ ഫ്യൂച്ചർ ജനറൽ ലൈഫ് ആൻഡ് ഇൻഷുറൻസ് കമ്പനിയിലെ 24% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. സിൻക ലോജിസ്റ്റിക് കമ്പനി, അസൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 1.32% സ്റ്റേക്ക് ഓപ്പൺ മാർക്കറ്റിലൂടെ സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി ഇവർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ
ഗ്രീൻ എഡ്ജ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡിനെയാണ് അക്യൂർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പരമാവധി ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ആൾ.